ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സിനെ കുറിച്ചാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, എല്ലാവരുടെയും ഇഷ്ടം പറ്റി സംസാരിക്കുവാൻ കഴിയുന്ന കഴിവുള്ള ഫ്രണ്ട്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാകാം. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് അവരെ പോലെ എൻഗേജിംഗ് ആയി സംസാരിക്കുവാൻ കഴിയാറുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ലീൽ ലൗണ്ടസിന്റെ ഹൗ ടു ടോക്ക് എനിവൺ എന്ന പുസ്തകത്തിന്റെ സഹായത്തോടെ മറ്റുള്ളവരുമായി എൻഗേജിംഗ് ആയി സംസാരിക്കുവാൻ സഹായിക്കുന്ന ചില കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സിനെ കുറിച്ച് അറിയാം. നമ്പർ 1, ഒരു പ്രത്യേക വ്യക്തിയുടെ ആദരവ് നേടുന്നതിനായി അവരോട് നമുക്ക് എങ്ങനെ സംസാരിക്കാം. നമ്പർ 2, കമ്മ്യൂണിക്കേഷനിടയിൽ അടുത്തതായി എന്തു പറയണമെന്ന് ചിന്തിക്കാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കും. നമ്പർ 3, നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവരോട് നിങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കാം. നമ്പർ 4, കമ്മ്യൂണിക്കേഷനിൽ ഇൻട്രസ്റ്റിംഗ് ആയ വിഷയങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കും. നമ്പർ 5, നിങ്ങൾക്കൊരു പ്രത്യേക വ്യക്തിയോട് സംസാരിക്കുവാൻ താല്പര്യമില്ലാത്തതും ആ വ്യക്തി നിശബ്ദനായിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും. നമ്പർ 6, മറ്റുള്ളവരുടെ ഇഷ്ടം പിടിച്ചു പറ്റുവാനായി വ്യത്യസ്ത രീതിയിൽ നമുക്ക് അവരോട് എങ്ങനെ നന്ദി പറയുവാൻ കഴിയും. നമ്പർ 7, മറ്റുള്ളവരുമായി നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ അവരുടെ കുടുംബത്തെ പോലെയാണെന്ന് അവർക്ക് ഫീൽ ചെയ്യുവാനായി നമുക്ക് എങ്ങനെ സംസാരിക്കാം. നമ്പർ 1, ഒരു പ്രത്യേക വ്യക്തിയിൽ നിന്നും ആദരവ് നേടുന്നതിനായി അവരോട് നമുക്ക് എങ്ങനെ സംസാരിക്കാം. കമ്മ്യൂണിക്കേഷനിൽ മറ്റുള്ളവരുടെ ആദരവ് നേടുന്നതിനായി ഓഥർ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത് 2 മെത്തേഡുകളാണ്. നമ്പർ 1, യു കമ്മ്യൂണിക്കേഷൻ. ഇവിടെ ഞാൻ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പലരും മെൻഷൻ ചെയ്യുന്നത് ബ്രദർ, സിസ്റ്റർ, വൈഫ് എന്നിവരൊക്കെ ആയിരിക്കാം. എന്നാൽ പലരുടെയും ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വ്യക്തി അവർ സ്വയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ മെൻഷൻ ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ അവർ നിങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളോടൊരു പെൺകുട്ടി നിങ്ങളുടെ ഡ്രസ്സ് നന്നായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കോംപ്ലിമെന്റും മറ്റൊരു പെൺകുട്ടി നിങ്ങളോട് നീ ഈ ഡ്രസ്സിൽ കാണാൻ വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുന്ന കോംപ്ലിമെന്റും കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് സെക്കൻഡ് കോംപ്ലിമെന്റ് തന്നെ ആയിരിക്കും. കാരണം സെക്കൻഡ് കോംപ്ലിമെന്റിൽ മെൻഷൻ ചെയ്യുന്നത് ഡ്രസ്സിനേക്കാൾ കൂടുതൽ നമ്മളെ തന്നെയാണ്. എക്സാമ്പിൾ 2, കമ്മ്യൂണിക്കേഷനിടയിൽ ആരെങ്കിലും നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കുക. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ഇതേ സമയം മറ്റൊരു വ്യക്തി നിങ്ങളോട് ഇങ്ങനെ പറയുകയാണെന്ന് വിചാരിക്കൂ. ആക്ച്വലി നീ ഇവിടെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. എന്നാൽ ഈ ഒരു സിനാരിയോയിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സെക്കൻഡ് കമന്റ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സെന്റൻസിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഇത്തരം ഡയറക്റ്റ് കമന്റ് ഇഷ്ടമല്ലാത്തവരും നമുക്കിടയിലുണ്ട്. ഇത്തരം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുവാനായി നമുക്ക് അവരുടെ അടുത്ത ഫ്രണ്ട്സിന്റെയോ ഫാമിലി മെമ്പേഴ്സിന്റെയോ ഇടയിൽ വെച്ച് അവരെ പ്രശംസിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ സുരേഷ് ഒരു നല്ല വ്യക്തിയാണ്, മാത്രമല്ല അദ്ദേഹം വളരെ കെയറിംഗുമാണ് എങ്കിൽ ഇത്തരം കമന്റ്സ് നിങ്ങളുടെ ടാർഗറ്റിൽ മറ്റൊരാൾ വഴി എത്തിച്ചേരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും അവരെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ സാധിക്കും. മാത്രമല്ല, പുറകിൽ നിന്ന് കുറ്റം പറയുന്ന ഈ ഒരു കാലത്ത് നിങ്ങളുടെ കോംപ്ലിമെന്റ് മറ്റൊരാൾ വഴി നിങ്ങളുടെ ടാർഗറ്റിൽ എത്തിപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അവരെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ സാധിക്കും. നമ്പർ 2, കമ്മ്യൂണിക്കേഷനിൽ അടുത്തതായി എന്ത് പറയണമെന്ന് ചിന്തിക്കാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കും. ലൈഫിൽ പലപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്തതായി എന്ത് പറയണമെന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ചു പോകാറുണ്ട്. ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ റിപ്ലൈ പലപ്പോഴും ഓക്കെ എന്നിങ്ങനെ ആയിരിക്കാം. എന്നാൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇത്തരം സിറ്റുവേഷൻ ഫേസ് ചെയ്യുകയാണെങ്കിൽ ഓഥർ സജസ്റ്റ് ചെയ്യുന്നത് പാരറ്റിംഗ് ടെക്നിക് യൂസ് ചെയ്യുവാനാണ്. ഇനി പാരറ്റിംഗ് ടെക്നിക് എന്താണെന്നല്ലേ? പാരറ്റിംഗ് ടെക്നിക്കിൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ലാസ്റ്റ് 3 വേർഡ് ഒരു എക്സ്പ്രഷനോട് കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇനി പുസ്തകത്തിൽ നൽകിയിരിക്കുന്ന എക്സാമ്പിളിലൂടെ പാരറ്റിംഗ് ടെക്നിക്കിനെ കൂടുതലായി നമുക്കറിയാം. ഓഥർ ഇവിടെ തന്റെ ഫ്രണ്ട് ഫില്ലുമായുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പാരറ്റിംഗ് ടെക്നിക് വിശദീകരിക്കുവാനായി എക്സാമ്പിൾ ആയി നൽകിയിരിക്കുന്നത്. ഓഥറിനെ എപ്പോഴും എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്നത് തന്റെ ഫ്രണ്ട് ഫിൽ ആയിരുന്നു. എന്നാൽ ഓഥറിന്റെ ടൈറ്റ് വർക്ക് ഷെഡ്യൂൾ മൂലം ഫില്ലിന്റെ കാറിൽ കയറിയാൽ ഉടനെ തന്നെ ഓഥറിന് ഉറക്കം തൂങ്ങുവാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫില്ലിന് താൻ ഇനി ഒരു ഡ്രൈവർ ആണോ എന്ന് പോലും തോന്നാറുണ്ട്. എന്നാൽ ഓഥർ പറയുന്നത് ഞാൻ ഇത്തവണ പാരറ്റിംഗ് ടെക്നിക് എന്നൊരു പുതിയ ടെക്നിക്കിനെ കുറിച്ച് അറിയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാവശ്യം ഫിൽ എന്നെ എയർപോർട്ടിൽ നിന്നും പിക്ക് ചെയ്യുവാൻ വന്നപ്പോൾ ഞാൻ
ഞാൻ അവന്റെ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നു. എന്നാൽ ഫില്ലിന് തോന്നിയത് ഞാൻ അടുത്ത നിമിഷം തന്നെ ഉറക്കം തൂങ്ങുവാൻ തുടങ്ങുമെന്നാണ്. എന്നാൽ ഉറക്കം തൂങ്ങുന്നതിനു പകരം ഞാൻ അവനോട് നീ ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ തിയേറ്ററിൽ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് റിപ്ലൈ തന്നു. സോ ഞാൻ അവന്റെ റിപ്ലൈ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഓ തിയേറ്ററിൽ നിന്നോ? ശേഷം ഫിൽ ഇങ്ങനെ പറഞ്ഞു, ഇന്നത്തെ ഷോ വളരെ നന്നായിരുന്നു. പിന്നീട് ഞാൻ വീണ്ടും അവന്റെ റിപ്ലൈ പാരറ്റിംഗ് ചെയ്തുകൊണ്ട് ഇങ്ങനെ റിപ്ലൈ ചെയ്തു, ഓ വളരെ നല്ല ഷോ ആയിരുന്നു. ഇതിന് ഫില്ലിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ആ സ്റ്റീവന്റെ സ്വീനി ടോഡ് എന്ന ഷോ ആയിരുന്നു. ഞാൻ പിന്നീട് വീണ്ടും പറഞ്ഞു, ഓ സ്വീനി ടോഡോ? ഇവിടെ ഓദർ പറയുന്നത് ഞാൻ ഒരു എക്സ്പ്രഷനോട് കൂടി ഫില്ലിന്റെ ലാസ്റ്റ് 3 വേർഡ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നു. അങ്ങനെ ഫിൽ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നത് വരെ നമ്മുടെ സംഭാഷണം തുടർന്നു കൊണ്ടേയിരുന്നു. മാത്രമല്ല പോകുന്നതിനിടയിൽ എന്നോട് അവൻ വളരെ ഹാപ്പി ആണെന്നും പറഞ്ഞു. എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്തെന്നാൽ ഓദറിന് ഫില്ലുമായി സംസാരിച്ച വിഷയത്തെക്കുറിച്ച് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. നമ്പർ 3, നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവരോട് നിങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കാം? ഇവിടെ ഈ ഒരു ചോദ്യത്തിന് പലരും റിപ്ലൈ നൽകുന്നത് ഞാനൊരു എഞ്ചിനീയർ ആണ്, അല്ല എങ്കിൽ ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ് എന്നിങ്ങനെ ആയിരിക്കാം. എന്നാൽ മറ്റുള്ളവർ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷനോടൊപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഇൻട്രസ്റ്റിന് അനുസൃതമായ ഒരു ഷോർട്ട് സ്റ്റോറി കൂടി ആഡ് ചെയ്യേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളോടൊരു യങ് മദർ നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു ലോയർ ആണെങ്കിൽ ഞാനൊരു ലോയർ ആണെന്ന് സിമ്പിളായി പറയുന്നതിന് പകരം നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഞാനൊരു ലോയർ ആണ്. മാത്രമല്ല റീസെന്റ് മെറ്റേണിറ്റി ലീവുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഞാൻ വാദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മെറ്റേണിറ്റി ലീവൊക്കെ പ്രഗ്നന്റ് മദേഴ്സിന്റെ ഹെൽത്ത് കെയറിന് വളരെ അത്യാവശ്യമല്ലേ. ഇനി ഈ ഒരു ചോദ്യം നിങ്ങളോടൊരു ബിസിനസ്മാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഞാനൊരു ലോയർ ആണ്. മാത്രമല്ല ഈ അടുത്തായി ഒരു ബിസിനസ് ഫേമിന്റെ ലീഗൽ അഡ്വൈസറായി പോലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നിങ്ങളുടെ പ്രൊഫഷനോടൊപ്പം ഒരു ഷോർട്ട് സ്റ്റോറി കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളിൽ തീർച്ചയായും ഇൻട്രസ്റ്റഡ് ആയിരിക്കും. നമ്പർ 4, കമ്മ്യൂണിക്കേഷനിൽ ഇൻട്രസ്റ്റിംഗ് ആയ വിഷയങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കും? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു പാർട്ടിക്കായി റെഡി ആവുകയാണെന്ന് കരുതുക. എങ്കിൽ ഡ്രസ്സ് മുതൽ ആക്സസറീസ് വരെ എല്ലാം ബെസ്റ്റ് ആൻഡ് മാച്ചിങ് ആകുവാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കാറുണ്ട്. ആക്ച്വലി ഇവിടെ ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുവാനായി ഇത്തരം ഘടകങ്ങൾ വളരെ അത്യാവശ്യവുമാണ്. എന്നാൽ ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യുന്നതിനിടയിൽ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ എൻഗേജിംഗ് ആക്കുവാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഓദർ സജസ്റ്റ് ചെയ്യുന്നത് പാർട്ടി അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ എങ്ങനെയാണോ ഡ്രസ്സും ആക്സസറീസും സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്സ് സെലക്ട് ചെയ്തുകൊണ്ട് വേണം പാർട്ടി അറ്റൻഡ് ചെയ്യുവാൻ. ഇനി ഇത്തരം പാർട്ടികളിൽ കൂടുതൽ ആളുകളും സംസാരിക്കാൻ സാധ്യതയുള്ളത് കറന്റ് ന്യൂസിനെ കുറിച്ചായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരം പാർട്ടികൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപ് വെറും 15 മിനിറ്റ് ഇമ്പോർട്ടന്റ് ന്യൂസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ, പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ന്യൂസ്, ഫോറിൻ അഫയേഴ്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ എന്നിവ. മാത്രമല്ല ഇവിടെ ലേറ്റസ്റ്റ് ന്യൂസിനെ കുറിച്ചും പാരറ്റിംഗ് ടെക്നിക്കിനെ കുറിച്ചുമുള്ള കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ ആരുമായും നിങ്ങൾക്ക് മണിക്കൂറോളം സംസാരിക്കാം. നമ്പർ 5, നിങ്ങൾക്കൊരു പ്രത്യേക വ്യക്തിയോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതും ആ വ്യക്തി നിശബ്ദനായിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? നെക്സ്റ്റ് ടൈം ഇത്തരം സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഓദർ സജസ്റ്റ് ചെയ്യുന്നത് ബ്രോക്കൺ റെക്കോർഡ്സ് എന്ന ഒരു ടെക്നിക് ഉപയോഗിക്കുവാനാണ്. ഇനി ബ്രോക്കൺ റെക്കോർഡ് ടെക്നിക് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളോടൊരു വ്യക്തി ഒരു കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മറുപടിയായി ഒരേ റിപ്ലൈ തന്നെ വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് നൽകേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളും നിങ്ങളുടെ ഗേൾഫ്രണ്ടും ഒരേ ട്യൂഷനിൽ പഠിക്കുകയാണെന്ന് കരുതുക. എന്നാൽ ഈ അടുത്തിടെയായി നിങ്ങൾക്കിടയിൽ വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ടെന്ന് കരുതുക. എങ്കിൽ ഒരു ഫംഗ്ഷനിൽ വെച്ച് യാദർശികമായി നിങ്ങളുടെ ഗേൾഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിനെ നിങ്ങൾ മീറ്റ് ചെയ്യുകയുണ്ടായി. കണ്ട ഉടനെ തന്നെ അവർ നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചു, രാഹുൽ, നീയും പ്രിയയും ഇപ്പോൾ ഡെയിലി കാണാറുണ്ടോ? എങ്കിൽ ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് ഇങ്ങനെ റിപ്ലൈ നൽകാം, ആ ഡെയിലി കാണാറുണ്ട്. എന്നാൽ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്.
എങ്കിൽ അവർ നിങ്ങളോട് വീണ്ടും ഇങ്ങനെ ചോദിക്കുകയാണെന്ന് കരുതുക, നീയും പ്രിയയും ഇപ്പോൾ ഒരേ ട്യൂഷനിൽ തന്നെയല്ലേ പഠിക്കുന്നത്? എങ്കിൽ ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് വീണ്ടും സെയിം ടോണിൽ ഇങ്ങനെ റിപ്ലൈ നൽകാവുന്നതാണ്. ആ, ട്യൂഷൻ സെയിം ആണ്, പക്ഷെ നമ്മൾ രണ്ടുപേരും ഇപ്പോൾ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസ് വീണ്ടും അവർ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ സെയിം ടോണിൽ ഇതേ റിപ്ലൈ തന്നെ വീണ്ടും അവർക്ക് നിങ്ങൾ തിരിച്ചു നൽകേണ്ടതാണ്. എങ്കിൽ പിന്നീട് അവരുടെ ഫ്രണ്ട്സ് കൂടുതലായൊന്നും നിങ്ങളോട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയില്ല. നമ്പർ 6, മറ്റുള്ളവരുടെ ഇഷ്ടം പിടിച്ചു പറ്റാനായി വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് അവരോട് എങ്ങനെ നന്ദി പറയുവാൻ കഴിയും. ഇവിടെ ഓതർ പറയുന്നത് വെറും ഒരു താങ്ക്സ് പറയുന്നതിന് പകരം എന്തുകൊണ്ടാണ് നമ്മൾ അവരോട് താങ്ക്സ് പറയുന്നതെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് മെൻഷൻ ചെയ്യേണ്ടതാണ്. കാരണം പരസ്പരം ആളുകൾ പലതവണ ഡെയിലി ഈ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു താങ്ക്സ് കേൾക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വലിയൊരു ഇംപ്രഷൻ ഒന്നും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ താങ്ക്സ് പറയുമ്പോൾ എപ്പോഴും ഒരു റീസണോട് കൂടി പറയേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ, താങ്ക് യു ഫോർ കമ്മിങ്, താങ്ക് യു ഫോർ ബീയിങ് സച്ച് an understanding person, താങ്ക് യു ഫോർ വെയിറ്റിംഗ് മീ, താങ്ക് യു ഫോർ ബീയിങ് സച്ച് എ ഗുഡ് കസ്റ്റമർ, താങ്ക് യു ഫോർ ബീയിങ് സച്ച് എ ലവ്ലി ഫ്രണ്ട്, എക്സെട്ര. നമ്പർ 7, മറ്റുള്ളവരുമായി നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ നിങ്ങളുടെ കുടുംബത്തെ പോലെയാണെന്ന് അവർക്ക് ഫീൽ ചെയ്യുവാനായി നമുക്ക് എങ്ങനെ സംസാരിക്കാം? എപ്പോഴെങ്കിലും നിങ്ങൾ ആദ്യമായി പരിചയപ്പെട്ട വ്യക്തിയോട് നിങ്ങൾക്ക് ഒരു മുൻപരിചയം ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഇൻസ്റ്റന്റ് റിപ്പോർട്ട്, കെമിസ്ട്രി, ക്ലോസ്നെസ് എന്നീ പേരുകളിൽ സംബോധന ചെയ്യാവുന്നതാണ്. എന്നാൽ സയൻസ് പറയുന്നത് ക്ലോസ് ഇന്റിമൻസിയുടെ യഥാർത്ഥ റീസൺ എക്കോയിങ് ആണെന്നാണ്. ഇനി എക്കോയിങ് എന്താണെന്നല്ലേ? നമ്മൾ സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ വൊക്കാബുലറിയും ടോണും മാച്ച് ചെയ്യുന്ന സിറ്റുവേഷനെയാണ് എക്കോയിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പരിചയപ്പെട്ട ഒരു വ്യക്തി നിങ്ങളോട് ഇങ്ങനെ പറയുകയാണെന്ന് കരുതുക, ആക്ച്വലി പ്രൊഫഷൻ കൊണ്ട് ഞാനൊരു ലോയർ ആണ്. എങ്കിൽ നിങ്ങളും പ്രൊഫഷൻ എന്ന വേർഡ് ഉപയോഗിച്ച് വേണം അദ്ദേഹത്തിന് റിപ്ലൈ നൽകാൻ. ഓ ഓക്കെ, ഞാനും പ്രൊഫഷൻ കൊണ്ട് ഒരു എഞ്ചിനീയർ ആണ്, അല്ലാതെ ഞാനൊരു എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്നു എന്ന റിപ്ലൈ അല്ല നൽകേണ്ടത്. പക്ഷേ കേൾക്കുമ്പോൾ നിങ്ങൾക്കിത് വളരെ ചെറിയൊരു കാര്യമായി തോന്നാമെങ്കിലും ഈ ഒരു കൺസെപ്റ്റ് വളരെ ഡീപ്പാണ്. ഈവൺ NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് അറിയുന്നവർക്ക് പോലും ഇക്കോയിങ്ങിന്റെ കൺസെപ്റ്റ് ഫെമിലിയർ ആയിരിക്കും. ഇനി എക്കോയിങ്ങുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ കൂടി നോക്കുകയാണെങ്കിൽ, എഞ്ചിനീയേഴ്സ് അവരുടെ ജോലി സ്ഥലത്തെ ഓഫീസ് എന്നാണ് പറയാറ്. എന്നാൽ അഡ്വർടൈസ്മെന്റ് എക്സിക്യൂട്ടീവ് അവരുടെ ജോലി സ്ഥലത്തെ ഏജൻസി എന്നും, ബുക്ക് പബ്ലിഷേഴ്സ് അവരുടെ ജോലി സ്ഥലത്തെ പബ്ലിഷിംഗ് ഹൗസ് എന്നും, റേഡിയോ ജോക്കി അവരുടെ ജോലി സ്ഥലത്തെ സ്റ്റേഷൻ എന്നും, ലോയേഴ്സ് അവരുടെ ജോലി സ്ഥലത്തെ ഫേം എന്നുമാണ് പറയാറ്. എന്നാൽ നിങ്ങൾ ഇത്തരം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ ടോണും വൊക്കാബുലറിയും നിങ്ങൾ എക്സാക്ട്ലി കോപ്പി ചെയ്യുവാൻ ശ്രമിക്കുക. സോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിലൂടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുവാൻ സാധിക്കുന്ന 7 ടെക്നിക്സ് ആണ് പരിചയപ്പെട്ടത്. നമ്പർ 1, ഒരു പ്രത്യേക വ്യക്തിയിൽ നിന്നും ആദരവ് നേടുന്നതിനായി നമുക്ക് അവരോട് എങ്ങനെ സംസാരിക്കാം. ഇതിനായി നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് 2 കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സിനെയാണ്. നമ്പർ 1, യു കമ്മ്യൂണിക്കേഷൻ. ഇവിടെ കമ്മ്യൂണിക്കേഷനിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ മെൻഷൻ ചെയ്തുകൊണ്ട് അവരെ കോംപ്ലിമെന്റ് ചെയ്യുക. ഇനി ഡയറക്റ്റ് കമന്റ് ഇഷ്ടമല്ലാത്ത ആളാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനോട് അവരെ കുറിച്ചുള്ള പോസിറ്റീവ് കാര്യങ്ങൾ പറയുക. എങ്കിൽ നിങ്ങളുടെ ടാർഗറ്റിൽ കൃത്യമായി ആ ഒരു കോംപ്ലിമെന്റ് എത്തിച്ചേരും. നമ്പർ 2, കമ്മ്യൂണിക്കേഷനിൽ അടുത്തതായി എന്ത് പറയണമെന്ന് ചിന്തിക്കാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കും. ഇവിടെ ഓതർ സജസ്റ്റ് ചെയ്യുന്നത് പാരറ്റിംഗ് ടെക്നിക് യൂസ് ചെയ്യുവാനാണ്. പാരറ്റിംഗ് ടെക്നിക്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ലാസ്റ്റ് 3 വേർഡ് ഒരു എക്സ്പ്രഷനോട് കൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. നമ്പർ 3, നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ അവരോട് നിങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കാം. മറ്റുള്ളവർ നിങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷനോടൊപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഇൻട്രസ്റ്റിന് അനുസൃതമായ ഒരു ഷോർട്ട് സ്റ്റോറി കൂടി നിങ്ങൾ ആഡ് ചെയ്യേണ്ടതാണ്. നമ്പർ 4, കമ്മ്യൂണിക്കേഷനിൽ ഇൻട്രസ്റ്റിംഗ് ആയ വിഷയങ്ങൾ കൊണ്ടുവരാനായി നമുക്ക് എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കും. ഇവിടെ ഇതിനായി ലേറ്റസ്റ്റ് ന്യൂസിനെ കുറിച്ചുള്ള കൃത്യമായ ഐഡിയ ഉണ്ടാക്കേണ്ടതാണ്. എങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഫ്ലോലെസ് ആയിരിക്കും.
നമ്പർ 5, നിങ്ങൾക്കൊരു പ്രത്യേക വ്യക്തിയോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതും ആ ഒരു വ്യക്തി നിശബ്ദനായിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ബ്രോക്കൺ റെക്കോർഡ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും സെയിം ടോണിൽ ഒരേ സെന്റൻസ് റിപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്പർ 6, മറ്റുള്ളവരുടെ ഇഷ്ടം നേടുവാനായി വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് അവരോട് എങ്ങനെ നന്ദി പറയുവാൻ കഴിയും. ഇവിടെ ഇതിനായി താങ്ക്സ് പറയുവാനുള്ള ഒരു കാരണം കൂടി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് മെൻഷൻ ചെയ്യേണ്ടതാണ്. നമ്പർ 7, മറ്റുള്ളവരുമായി നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് നിങ്ങളുടെ കുടുംബത്തെ പോലെയാണെന്ന് ഫീൽ ചെയ്യുവാനായി നിങ്ങൾക്ക് എക്കോ ടെക്നിക് ഉപയോഗിക്കാവുന്നതാണ്. ഇറ്റ് മീൻസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ സെയിം ടോണും സെയിം വൊക്കാബുലറിയും കോപ്പി ചെയ്യുവാൻ ശ്രമിക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.